ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ഞാൻ അവൈലബിൾ ആണ് റീഡിങ്സിന് വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID മുകളിൽ സ്ക്രീനിലുണ്ട്, അതല്ലച്ച ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് ഞാൻ വീഡിയോസ് ഇടാറ്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് ആവും. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യാൻ തന്നെ. അതല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ അവിടെ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവുക ആൻഡ് നിങ്ങൾക്കെല്ലാം വീഡിയോസ് ഉടനെ ആക്സസ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ മെസ്സേജിലേക്ക് ചെല്ലാം. എങ്ങനെയാണ് മെയ് മാസം നിങ്ങൾക്ക് ഉണ്ടാവുക, അത് ആണ് നമ്മൾ ഈ റീഡിങ്ങിൽ ഇപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 2 of Swords. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിൽ എനർജിയാണ് 9 of Cups. നിങ്ങളുടെ കറണ്ട് എനർജി മെയ് മാസത്തിൻ്റെ 5 of Pentacles. ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി Queen of Wands. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 2 of Cups. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 of Pentacles. സർപ്രൈസ് ഫാക്ടറിൽ സൺ. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ ലീബ്ര, ഇവിടെ 2 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ മാസം ഒരു ഡിസിഷൻ എടുക്കാണ്ട് നിങ്ങൾക്ക്. ഈ ഡിസിഷൻ ഒരു ഡിഫിക്കൾട്ട് ഡിസിഷൻ ആയിരിക്കും, ഒരു ഡിഫിക്കൾട്ട് തീരുമാനമായിരിക്കും എടുക്കാൻ. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഇമോഷണലും പ്രാക്ടിക്കൽ എനർജിയുടെ ഇടയ്ക്ക് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഈ മാസം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡിസിഷൻ, വരാൻ പോണ ഈ ഡിസിഷൻ എന്താണ് നിങ്ങളുടെ? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ. നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് ഡിസിഷനാണ്, അതല്ല ചെറു ഇമോഷണൽ ഡിസിഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു വെർഗോ എനർജി ഉണ്ട്, വെർഗോ, ടോറസ്, കാപ്രിക്കോൺ എനർജി, ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ഉണ്ട്. ഇവിടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ്, അതല്ല ചെറു ഇമോഷണൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഈ സിറ്റുവേഷനെ കുറിച്ചാണ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരിക. മേ ബി ഇതൊരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഡിസിഷൻ ആയിരിക്കാം, അതല്ല വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ഡിസിഷൻ ആവാം. നമ്മൾക്ക് ബാക്കിയുള്ള കാർഡ്സ് നോക്കാം എന്താണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9 of Cups ആണ് നിങ്ങളുടെ പാസ്റ്റിലുള്ളത്. 9 of Cups ഒരു വെരി ഹാപ്പി എനർജിയാണ്. ഇമോഷണലി നിങ്ങളൊരു നല്ല സ്പേസിലായിരുന്നു പാസ്റ്റിൽ. നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് ഫുൾഫില്ലായി. ടെമ്പറൻസ്, ബാലൻസിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു പാസ്റ്റിൽ, എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായി. ഇത് ഫിനാൻഷ്യൽ ബിഗിനിങ് ആയിരിക്കാം, അതല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അതല്ല ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ തുടക്കമാവാം. സാജിറ്റേറിയസ് എനർജി ഉണ്ട് പാസ്റ്റിൽ. പക്ഷേ കറണ്ട് എനർജി, മെയ്ഡ് എനർജിയിൽ ഞാനൊരു ലോസാണ് കാണുന്നത്. ഫിനാൻഷ്യൽ ലോസ് ആവാം, അതല്ല ഒരു റിലേഷൻഷിപ്പിൽ ഒരു റിജക്ഷൻ ആവാം, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ആവാം. അപ്പോൾ ഈ ഡിസപ്പോയിൻമെൻറ്റ്, റിജക്ഷൻ എന്താണ്? സെവൻ ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. കുറച്ച് ചാലഞ്ചിങ് മാസമാണ് ഇത്. ചില ചാലഞ്ചസ് ഉണ്ടാവും, നിങ്ങൾക്ക് ആ ചാലഞ്ചിനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. കുറേ ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ചില ആൾക്കാരെ നിങ്ങളെ ഒപ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും.
ചിലവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് വരും. അങ്ങനത്തെ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിലും ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ വഴക്കുണ്ടാവുക, അങ്ങനത്തെ എനർജിയും ഉണ്ട്. ഫ്യൂച്ചറിൽ ക്വീൻ ഓഫ് വോൺസ് ആണ്. ഫ്യൂച്ചറിൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി ഉണ്ട്. ഈ ക്വീൻ ഓഫ് വോൺസ് ആരാണ്? കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഒരു പുതിയ ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്, ഇല്ലച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പേഴ്സണെ ഇഷ്ടമാണ് വെച്ചാൽ ഫ്യൂച്ചറിൽ വേറെ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണു. ഈ പേഴ്സൻ്റെ കൂടെയും നിങ്ങളുടെ ഒരു സ്ട്രോങ് കണക്ഷനാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു തീരുമാനം എടുക്കണം എന്ന്. അത് എന്താ വെച്ചാൽ ഈ പുതിയ പേഴ്സണും ലൈഫിൽ വരുമ്പോൾ നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. എന്നുവെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും ഇമോഷണലി നിങ്ങളെ അറ്റാച്ച്മെൻറ്റ് ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ചോയ്സാണ് ഉണ്ടാക്കേണ്ടത്, ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവുകയെന്ന്. ആ ചോയ്സ് ആണ് നിങ്ങൾക്ക്, ആ തീരുമാനമാണ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരിക ഈ മാസം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി മാരീഡ് ആയിരിക്കും, ചിലവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചും 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനാണ് ചാലഞ്ചായിട്ട് കാണുന്നത്. 2 ഓഫ് കപ്സ് എന്താണ് ചാലഞ്ചായി കാണുന്നത്? അപ്പോൾ ഇവിടെ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജി ഉണ്ട്. അപ്പോൾ എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു വഴക്ക് ഇല്ലാച്ചാൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ കുറച്ചൊരു സ്റ്റാഗ്നൻറ്റ് എനർജിയാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഹീലിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഒരു ലോസിൻ്റെ എനർജി കാണാണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. നിങ്ങൾക്ക് അഡ്വൈസ് യൂണിവേഴ്സ് വെയിറ്റ് ചെയ്യാനാണ് പറയണത്. ഒരു ഡിസിഷനും നിങ്ങൾ ഷുവർ അല്ലാച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്ത് മതി ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. 7 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ അഡ്വൈസ് ആയിട്ട് കാണുന്നത്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരു റാഷായി ഡിസിഷൻ എടുത്താൽ അത് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യും നിങ്ങളത് ഇങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തു എന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി ഒരു ചോയ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡിസിഷൻ ഇപ്പോൾ ഈ സമയത്ത് ആ ഡിസിഷൻ എടുക്കാൻ വിഷമമുണ്ട് വെച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സോർട്ട് ഔട്ട് ആവും, ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതുവരെ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഞാൻ കാണുന്നത് ഇവിടെ ഒരു ചിലവർക്ക് ഈ കറണ്ട് റിലേഷൻഷിപ്പിൽ തന്നെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും. പക്ഷേ ചിലവർക്ക് ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഹിഡൻ സർപ്രൈസ് ഫാക്ടറിൽ സണ്ണാണ്, ലിയോ എനർജി. അപ്പോൾ ആദ്യം ഒരു ഫയർ സൈൻ ഇവിടെ കാണാണ്ട് ഇതൊരു സർപ്രൈസ് ഫാക്ടർ ആയിരിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ചേഞ്ച് ആണെന്നല്ല ഞാൻ പറയണേ. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു സർപ്രൈസ് എലിമെൻ്റ് ആണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും വേറെ പേഴ്സണിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് ഈ ഫീലിംഗ് കുറേ സ്ട്രോങ് ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും അത് ഒരു മനസ്സിലൊരു റെസ്റ്റ്ലെസ്നെസ് വരണേ. ഓക്കെ, ഇവിടെ സൺ എനർജി, ലിയോ എനർജി, ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയുമാണ് ഇത്. ടവർ. അപ്പോൾ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മാത്രമല്ല നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പിനും അത് കുറേയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഫുൾ പെർസ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ആവുന്നുണ്ട് ഇതിൻ്റെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആവുമ്പോൾ. പറഞ്ഞാൽ ഒരു പുതിയ പേഴ്സൺ വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് അത് മുഴുവനെ ഒരു ചേഞ്ച് വരുന്നുണ്ട് അതിൽ. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ആദ്യം ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ മാതിരി വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ചില സമയത്ത്
ചില കാര്യങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ ക്ലിയർ ആവില്ല. ക്ലാരിറ്റിക്ക് വെയിറ്റ് ചെയ്യുക. കാര്യങ്ങൾ ക്ലിയർ ആവുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയും എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്ന്. നിങ്ങളുടെ ഔട്ട്കമാണ് പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് ഒരു പുതിയ കണക്ഷൻ ഇല്ല വെച്ചാൽ പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ക്യൂരിയോസിറ്റിയുടെ എനർജി, പുതിയ ഇൻഫർമേഷൻ്റെ എനർജിയും ആവാം, സോഷ്യൽ മീഡിയയുടെ എനർജിയാണ്, ആരോ നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യണ എനർജിയാണ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചെക്കൗട്ട് ചെയ്യേണ്ട ഈ പേഴ്സൺ. ജഡ്ജ്മെൻറ്റ് ഒരു പുതിയ ബിഗിനിങ് ആണ്. ആൻഡ് ഹൈറോഫാൻറ്റ് ഒരു ടോറസ് എനർജി, മാരേജിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പിൽ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഈ ചേഞ്ച് ഒരു ഡെസ്റ്റിൻഡ് ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ എവിടെയോ യൂണിവേഴ്സും നിങ്ങളെ ടെസ്റ്റാണ് ചെയ്യണത്. നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കാൻ പോണതെന്ന് യൂണിവേഴ്സിൻ്റെ ഇത് ടെസ്റ്റാണ്. എന്നുവെച്ചാൽ ചില ജഡ്ജ്മെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യേണ്ടി വരും, ചില ഇഷ്യൂസിനെയൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കണത്, എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്ന്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു ടെംപ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ ആ ഡിസിഷൻ എടുക്കുക പറഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൾട്ട് തന്നെയാണ്. പറഞ്ഞ പോലെ കുറച്ച് വെയിറ്റ് ചെയ്യുക. ചില സമയത്ത് ഇതൊരു ഫേസാണ് വെച്ചാൽ ആ ഫേസ് മാറിപ്പോയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം സോറി, ഇറ്റ്സ് അപ്പ് ടു യു എന്നാണ് വന്നത്. പക്ഷേ ഈ കാർഡും ഞാൻ എടുത്ത സ്ഥിതിക്ക് ഇത് ഇവിടെ വെക്കാം. റീകൺസിഡർ വന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് അപ്പ് ടു യു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർലി ഇവിടെ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാണ്ട്. പക്ഷേ ഇറ്റ്സ് അപ്പ് ടു യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡിസിഷൻ വേണിച്ചാലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതുമാതിരി അതിൻ്റെ എഫക്റ്റും ഔട്ട്കമ്മും ഉണ്ടാവും. റീകൺസിഡർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഡിസിഷൻ എടുത്തിട്ടുണ്ട് വെച്ചാൽ ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്, റീകൺസിഡർ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പോൾ ലീബ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈൻസ് ഇവിടെ കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേരിയസ്. ജെമിനായി എനർജി ഉണ്ട്, പൈസീസ് ഉണ്ട്, സാജിറ്റേരിയസ് ഉണ്ട്, ടോറസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ലിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് പറയുക ഇത് റെസൊനേറ്റ് ആയോ ഇല്ലയെന്ന്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.